തിരുവനന്തപുരം തമ്പാനൂരിലെ ടൂറിസ്റ്റ് ഹോമിലെ മുറിയിൽ യുവതിയെയും മധ്യവയസ്കനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പേയാട് സ്വദേശി ആശയെ കഴുത്തറത്ത നിലയിലും കുമാരൻ എന്നയാളെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണമുള്ളതായി പോലീസ് പറയുന്നു. ഇരുപത്തിനാല് മണിക്കൂറും ആൾത്തിരക്കുള്ള തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപത്തുള്ള ഈ ടൂറിസ്റ്റ് ഹോമിലാണ് നാടിനെ നടുക്കുന്ന ക്രൂര സംഭവം നടന്നത്. മരിച്ചത് പേയാട് സ്വദേശികളായ കുമാരനും ആശയും. കൊടിയിൽ ലോഡ്ജിലെ 204 നമ്പർ മുറിയിൽ 10-ാം തീയതി മുറിയെടുത്ത കുമാരൻ ഇന്നലെയാണ് ആശയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഇവിടെ എത്തിയ ഇരുവരെയും പിന്നീട് ആരും ജീവനോടെ കണ്ടിട്ടില്ല. ഇന്നലെ രാവിലെ 5:30 വീട് വിട്ടിറങ്ങിയ ആശ 7 മണിയോടെയാണ് ടൂറിസ്റ്റ് ഹോമിൽ എത്തുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ചാനലിലെ ജീവനക്കാരനാണ് മരിച്ച കുമാരൻ. രാവിലെ 5 മണിക്ക് ഡ്യൂട്ടിയുണ്ടായിരുന്ന കുമാരനെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. ഇതേ ചാനലിലെ സഹപ്രവർത്തകൻ കൂടിയായ ലോഡ്ജ് ഉടമ മുറിയിൽ തട്ടി വിളിച്ചെങ്കിലും അനക്കമുണ്ടായില്ല. ഇതോടെ തമ്പാനൂർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശയുടെ മൃതദേഹം. കുമാരൻ തൂങ്ങിയ നിലയിലും. ആശയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച 2 കത്തി മുറിക്കുള്ളിൽ നിന്നും പോലീസ് കണ്ടെത്തി. വിവാഹമോചിതനാണ് കുമാരൻ. 2 മക്കളുടെ അമ്മയാണ് ആശ. കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ആശയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. മുറിക്കുള്ളിൽ മൽപ്പിടുത്തം നടന്നതായുള്ള തെളിവ് പോലീസിന് ലഭിച്ചു. ഇരുവരുടെയും ശരീരത്തിന് ക്ഷതമേറ്റ പാടുകളുണ്ട്. തമ്പാനൂർ SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഓരോ ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് മാത്രമാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. ഫോറൻസിക് സംഘവും ലോഡ്ജിലെത്തി വിശദമായി പരിശോധന നടത്തി. അടുപ്പത്തിലായിരുന്ന ആശയെ കുമാരൻ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് മാത്രമാണോ? ഇത്രയും ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് രാത്രിയിൽ ഒരു കൊലപാതകം നടന്നിട്ട് ആരും ഒന്നും അറിഞ്ഞില്ലേ? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. തിരുവനന്തപുരത്ത് നിന്നും VS മനീഷിനും രഞ്ജിത്ത് ഫ്രാൻസിസിനുമൊപ്പം അജീഷ് ജയകുമാർ, 24.